ഛർദിക്കുന്ന മാതിരി ശബ്ദം കേട്ടു. നാക്ക് കടിച്ചപ്പോ വല്ലാണ്ട് വന്നു. എന്താ? കർത്താവേ, വിഷമിക്കാതിരിക്കും മോളെ. ഇത് വലിയ തെറ്റൊന്നുമല്ല. സാജന്റെയും മോളുടെയും കല്യാണം നിശ്ചയിച്ചതല്ലേ. സാജനും അറിയാവുന്ന കാര്യമാണല്ലോ. ടിറ്റു അവനെയും കുട്ടി ഉടനെ വരില്ലേ? എനിക്ക് അടുത്തറിയാവുന്ന ഒരു ഡോക്ടറുണ്ട്. ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ആന്റിയോട് പറ. ആരും അറിയാതെ നമുക്കത് ചെയ്യാം. എനിക്കൊന്നും അറിഞ്ഞൂടാ. ഞാൻ പോട്ടെ ആന്റി. വിഷമിക്കാതെ മോളെ. ഗോഡ് ഈസ് ഗ്രേറ്റ്. ഡാഡിയോട് പറഞ്ഞാലോ? വേണ്ട, അങ്കിളിനോടിപ്പോ പറയണ്ട. ഞാൻ അച്ഛൻ ഒരെഴുത്തോടെ അയക്കാം. ഈ കാര്യം എഴുതരുത്. ഈ കാര്യം എഴുതുന്നില്ല. എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണമെന്ന് പറഞ്ഞ് എഴുതാം. എന്താ സുഖമില്ലേ മോളെ? ഒന്നുമില്ല ആന്റി. ഫ്രിഡ്ജ് വന്നിരിക്കുന്നു. എന്താ ഫ്രെഡി? ഒന്നുമില്ല, വെറുതെ വന്നതാ. ഞങ്ങൾ ലൈഫ് ഗാർഡുകളുടെ ശമ്പളം 30 രൂപയാക്കി കൂട്ടി. എനിക്ക് കുറച്ച് സ്വീറ്റ്സ് കൊണ്ടുവന്നാ. പേടിക്കണ്ട, എല്ലാം നേരെയാകും. അത് പറയാനാ ഞാൻ വന്നത്. ശരി ഫ്രെഡി, ഈ കാര്യം ആരും അറിയരുത്. എന്റെ മനസ്സിന് പോലും അറിയില്ല. ടിറ്റോട് കത്ത് വല്ലതും വന്നോ? ഇല്ല, നാളെ എന്തായാലും വരും. പ്രിയപ്പെട്ട ആളേന് വീട്ടിലേക്ക് ഞാൻ കത്തയച്ചിട്ടില്ല. അയക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. വന്നതിന്റെ പിറ്റേ ദിവസം സാജനെ കണ്ടു. അവന്റെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു. അവന് ജോലി കിട്ടിയ കമ്പനിയിലെ MD-യുടെ മകൾ. അതിനുവേണ്ടിയാണ് അവന്റെ അച്ഛൻ അവനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഡാഡിയോട് നീ നേരിട്ട് കാര്യങ്ങൾ സംസാരിക്കണം. എനിക്കൊരു സമാധാനവുമില്ല. എന്റെ ഫിഫിയെ പറ്റി ആലോചിക്കുമ്പോഴ അളിയ അവളോട് പറയണം സാജനെ മറക്കാൻ. സുന്ദരനായ ഒരു ചെറുപ്പക്കാരനുമായിട്ട് അവളുടെ അച്ചായൻ ഉടനെ വരും. വേണിക്ക് അവൾക്ക് ഞാൻ പ്രത്യേകം എഴുതുന്നുണ്ട്. ഫിഫിയും വേണിയും ഞാൻ നിന്നെ ഏൽപ്പിക്കാതെ. മോളെ, ആരുടെയും കുറ്റം കൊണ്ടല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചുപോയി. ഇനി ചെയ്യാവുന്നത് ഒന്നേയുള്ളൂ. ആരും അറിയാതെ നമുക്കിത് വേണ്ടെന്ന് വെക്കാം. ടിറ്റോയും ഡാഡിയും ഇതറിയണ്ട. നമുക്ക് ബോംബെ പോയി സണ്ണിച്ചായന്റെ അവിടെ താമസിച്ച് വേണ്ടത് ചെയ്യാം. ആരും അറിയില്ല. ബോൾഡായിട്ടൊരു തീരുമാനം എടുക്കുമോളെ. ഞങ്ങളെല്ലാം നിന്റെ കൂടെ ഇല്ലേ? Fifi darling, Betty aunty, Amals, Amals. Yo, വീട് മാറിയോ? ഇതല്ലേ വീട്? ഇത് തന്നെയാണല്ലോ വീട്. Good morning, uncle.
ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. രാവിലെ എവിടെ പോയിരുന്നു? ഫിഫിയും ബെറ്റിയും കൂടെ ബോംബെക്ക് പോയി. അയ്യോ, എന്ത് പറ്റി പെട്ടെന്ന് പോകാൻ? ഒന്നും ഉണ്ടായിട്ടല്ല, ആ. ബെറ്റിയുടെ ബ്രദറിന് സുഖമില്ലെന്ന് ഫോൺ വന്നു. അപ്പൊ ഒന്ന് പോയിട്ട് വരട്ടെന്ന് ഞാനും വിചാരിച്ചു. ഫിഫിക്ക് ഒരു ചേഞ്ച് ആവുമല്ലോ. ഫിഫിക്ക് ഒരു കല്യാണം ഉടനെ ആലോചിക്കണമെങ്കിൽ വേണം, ഒരു നല്ല പയ്യനെ നോക്കണം. വരട്ടെ. ഞാനൊന്ന് ഡ്രസ്സ് മാറിയിട്ട് വരാം, താനിരിക്കും. ഓക്കെ. ഹായ് മിസ്സസ് വെനിറ്റിറ്റോ, ഹൗ ആർ യു? Fine. നത്തിങ് ഈറ്റബിൾ ഐറ്റംസ്. ഉച്ചയാകട്ടെ, ചോറ് തരാം. പട്ടാളം കീടെ അവിടെ നിർത്തി. സ്മാൾ സ്മാൾ. കുറവാ. അമ്മാളെ ഒന്ന് കാണാൻ പട്ടാളത്തെ ചുറ്റിപ്പറ്റി 2 സ്മാൾ ഓടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചാ വന്നേ. എപ്പൊ തുടങ്ങോടി? ഉച്ചയാകുമ്പോ ഉണ്ണുന്നതിന് മുമ്പ് ചിലപ്പോ കഴിക്കും. ഞാനെന്നാ ഉണ്ണാറാവുമ്പോ വരാം. അപ്പോഴത്തേക്കും തുടങ്ങുമായിരിക്കും അല്ലേ? നമ്മുടെ പട്ടാള വല്ല പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ? ഹേയ്, ഉണ്ടെങ്കിൽ പറ, ഉച്ചയ്ക്ക് വരുമ്പോ ഞാൻ ഹാൻഡിൽ ചെയ്യാം. ഓക്കെ? നമ്മുടെ വേണിക്ക് നമ്മുടെ വേണി ഞാനവിടെ കൂട്ടിക്കൊണ്ട് ഡോക്ടറെ കണ്ടു. ശരിക്കും ദേവട്ട ഞാനിനി എന്താ ചെയ്യേണ്ടത്? നീ ഒന്നും ചെയ്യണ്ട, അമ്മാവനാവാൻ തയ്യാറായി. പിന്നെ ദിവസവും അവളെ ചെന്ന് കണ്ട് ചിരിച്ച് 2 വർത്തമാനം പറഞ്ഞാൽ മതി. ബാക്കിയൊക്കെ നമുക്ക് അസലാക്കാം. ഞാൻ പോട്ടെ ദേവട്ട, 2 മണി ക്ലാസ് ഉണ്ട്. മാമ ചെലവുണ്ട്. ഉണ്ടേ. ഹലോ, യെസ് 63516. മോളെ വേണി, വേണി. ഹലോ മോനെ ചിറ്റോ, നീ നല്ല ദിവസം നോക്കിയാണല്ലോടാ വിളിച്ചത്. വേണി ഈസ് കാരിങ്. എടാ പൂളെ, നീ ഒരു അച്ഛനാകാൻ പോകുന്നു. ഫിഫി ബോംബെയിലാ. നമ്മുടെ സണ്ണിച്ചിന് സുഖമില്ല. ബെറ്റ് പോയപ്പോ കൂടെ പോയി. ഷീസ് ഓക്കെ, ഫിഫി ഈസ് ഓക്കെ. ഓക്കെ, ഐ ആം ഫൈൻ മോനെ. ഹൗ ആർ യു? ഞാൻ വേണിക്ക് കൊടുക്കാം. ഹലോ ഹലോ, അച്ഛന് സുഖാണോ? കണ്ടു, അണ്ണനെ കൊണ്ടുപോയത്. സ്വതമുണ്ട്. ഹലോ, കാര്യമുണ്ട്. ഞാൻ എന്നും രാവിലെ വരും. എന്തെങ്കിലും നല്ല സാധനങ്ങൾ ഉണ്ടാക്കി തിന്നും പോവും. നല്ലോണം നോക്കുന്നുണ്ട്. നാളെ ഡെയ്സി ആന്റിയെ സാരി ഉടുപ്പിച്ച് ഇറക്കുക അമ്മാൾസിന്റെ ഗർഭ ശുശ്രൂഷയ്ക്ക്. കൊടുക്കാം. ഹലോ, അച്ഛൻ വേഗം വരണം. കളഞ്ഞല്ലോ. എന്റെയും ഫ്രണ്ടിന്റെയും വല്ലവന്റെയും വിസയുടെ കാര്യം ചോദിക്കണമായിരുന്നു. വല്ലവന്റെ വിസയുടെ കാര്യം താനെന്തിനാ അന്വേഷിക്കുന്നത്? അയ്യോ, വല്ലവന്റെ അല്ല, വല്ലഭായിയുടെ, എന്റെ ചേട്ടന്റെ അമ്മാളെ. ഒരാസുലഭ പുസ്തകം. ഗർഭകാല വ്യായാമങ്ങൾ. ജഗതു പിള്ള സാറിന്റെ ചൂണ്ടിയതാ. ഇത് നോക്കി ചെയ്താൽ മതി. 1-2 ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം. വൃത്തിയുള്ള തറയിൽ വൃത്തിയായിട്ടിരിക്കുക. എന്നിട്ട് പിന്നോട്ട് മലരുക. 2 കാലും ഒരേപോലെ പൊക്കി തലയുടെ പിൻഭാഗത്ത് തുടങ്ങിയത് വ്യായാമത്തിലായിരുന്നു, അവസാനിച്ച വ്യായാമത്തിലല്ല. ഐറ്റം നമ്പർ 2. ഐറ്റം നമ്പർ 2 വേണ്ട, ഞങ്ങൾ രാവിലെ TV കണ്ട് ചെയ്തോളാം. അയ്യോ, അതൊന്നും ഇതുവരെ ചെയ്തോളരുത്. അതൊക്കെ ഗർഭം ഇല്ലാത്ത സ്ത്രീകൾക്കുള്ളതാ, അപകടമാണ്. കാസർഗോഡ് ലിങ്ക് വരുമ്പം ഗർഭമുള്ള സ്ത്രീകൾക്കുള്ള വ്യായാമങ്ങൾ വരും. അപ്പൊ ചെയ്താൽ മതി. അന്നേരത്തേക്ക് ഇതുപോലെ സെറ്റപ്പ് ചെയ്ത് സുധു ഒന്ന് പോകുന്നുണ്ടോ? അതെ, ഞാൻ പോവാ. നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വരാം. വരട്ടെ. ഓക്കെ. ഓക്കേ. ഡെയ്സി ആന്റിയല്ലേ ഇവിടെ കൂട്ടിനിടക്കുന്നത്? നിങ്ങളുടെ മറ്റേ സ്വഭാവം ഇവിടെ ഇറക്കരുത്. കൂർക്കം വലി അമ്മാള് കേട്ടിട്ടല്ലോ. 7 നിലയിലാ കൂർക്കം വലി. രാത്രി കിടന്ന് ഉറങ്ങുമ്പോ കൂർക്കം വലിക്കാതെ കട്ടോണ്ടിരിക്കും. എന്റെ അമ്മേ, ഇതിലും ഭേദമാ കട്ടവണ്ടി. ഈശ്വര, ടിറ്റോ ഇതൊന്നും അറിയില്ലേ. വരട്ടെ.
ഓക്കെ ഗുഡ് നൈറ്റ് അമ്മായി എന്ത് പറ്റി ഗോപ? മേജറുടെ മകൻ മരിച്ചു. ടിറ്റോയോ?